സർ എന്തായാലും ബോച്ചയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് അവസാനം. അങ്ങനെ സർ പറഞ്ഞതുപോലെ നീതി സംരക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? തീർച്ചയായിട്ടും കുറച്ച് വൈകിട്ടാണെങ്കിലും നീതി സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഓൾ കേരള മെൻസുകളുടെ വിലയിരുത്തൽ. തുടർന്ന് ഞങ്ങള് ഇന്ന് തന്നെ കാക്കനാട് ജയിലിൽ അദ്ദേഹത്തെ പോയി മാലയിട്ട് സ്വീകരിക്കുന്നതോടൊപ്പം പടക്കം പൊട്ടിച്ച് ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയും ചെയ്യും ജനങ്ങളെ. ഓക്കെ സാർ. ഇപ്പോ വന്നിരിക്കുന്ന വിധിന്യായം 3:30 വരുന്നാണല്ലോ പറഞ്ഞത്? അതെ അതെ അതെ. അപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ സാർ? കൂടുതലായിട്ട് ബോച്ചയ്ക്ക് എന്തെങ്കിലും? ബോച്ച അവിടെ സേഫ് ആണോ? ബോച്ച സേഫ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇത്രയും സമയം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ജാമ്യ വ്യവസ്ഥകളുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളിൽ പഴയതുപോലെയുള്ള ഡബിൾ മീനിങ് പറയരുത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവ്. അപ്പോ അത് വെച്ചിട്ട് എന്തായാലും ഒരു 3:30 അനുവദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഡർ വരും എന്നുള്ളത്. ഇത് ഹണി റോസിനുള്ള ഒരു തിരിച്ചടിയായിട്ട് കരുതുന്നുണ്ടോ? ഹണി റോസിന് തിരിച്ചടി ആണല്ലോ. തീർച്ചയായിട്ടും തിരിച്ചടി തന്നെ. ഹണി റോസ് പറയുണ്ടായി അധികം ദിവസം കിടത്തണം എന്നുള്ളതല്ല, പക്ഷെ ഇത് നിർത്തിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്നുള്ളത്. അല്ല, അങ്ങനെയൊന്നുമല്ല. അത് അവർക്കെതിരെ കാര്യങ്ങൾ തിരിയുന്നു എന്ന് കണ്ടപ്പോ അവർ അത് മാറിയതാണ്. കാര്യം അവരൊരു യുദ്ധം പ്രഖ്യാപിച്ച് വന്ന ഒരു സ്ത്രീയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വലിയ സംഭവമായിട്ട് വന്നത്. പക്ഷെ ആ പടക്കം എന്താ പറയാ ചീറ്റിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോ പുള്ളിക്കാരി പിന്നീട് ഒരു മലക്കം പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ഇതിലോട്ട് പിന്നീട് പറഞ്ഞല്ലോ പുള്ളിക്കാരി മാനസികമായിട്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് തകർന്നു പോയിരിക്കുകയാണ്, ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ള രീതിയിലാണല്ലോ പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ അതൊരു പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് സ്ത്രീകൾ വ്യാജ പരാതികളും ആരോപണങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകൾക്ക് ഇതൊരു വാണിംഗ് ആണ്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സംഘടന ഇടപെടും, ശക്തമായിട്ട് ഇടപെട്ട് അത് പരാജയപ്പെടുത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അവസാനത്തെ ഒരു തെളിവാണിത്. ഇത് മുൻപ് മസ്താനി ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. മസ്താനി അറിയാമല്ലോ, സവാദ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഇതേപോലെ ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർ രംഗത്ത് വരികയും അത് നമ്മള് വളരെ വിദഗ്ധമായിട്ട് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് അത് അവരെ പരാജയപ്പെടുത്തി. അവർ വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല. ഇപ്പോൾ പുള്ളിക്കാരി എവിടെയാണെന്ന് പോലും അറിയില്ല. ഇവിടെ സ്ത്രീകൾക്ക് അനുകൂലമാണ് നിയമം എന്ന് പറയുമ്പോഴും അതിന് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. അപ്പോൾ ശരിക്കും നീതി അർഹിക്കപ്പെടുന്ന സ്ത്രീകളുടെ ആ നീതിക്കുള്ള ആ ഒരു ഇതും ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും രാവിലെ മനോരമയോട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെയുള്ള വ്യാജ ആരോപണങ്ങളും വ്യാജ പരാതികളും വരുമ്പോ ഇതിൽ ജെന്യൂനായിട്ടുള്ള കുറെ കേസുകളുണ്ട്. കുറെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് നീതി കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നമുക്ക് യഥാർത്ഥ ഇരയ്ക്ക് ഇവരൊന്നും ഇവരല്ല. ഇതിലിപ്പോ ബോച്ചയാണ് ഇര എന്ന് പറയുന്നത്. അപ്പൊ ഈ യഥാർത്ഥ ഇര ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു പീഡനം ഉണ്ടായാൽ അത് അവർ പരാതിയുമായിട്ട് വരുമ്പോൾ അവർക്ക് നീതി കിട്ടില്ല. കാര്യം ഇതുപോലുള്ള വ്യാജ പരാതികളിൽ തുടർക്കഥയായിട്ട് വരുമ്പോ ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ അതെ അങ്ങനെ ഒരു വിഷയം വരും. അപ്പൊ സ്ത്രീകൾ തന്നെ എന്തായാലും ഇപ്പൊ സ്ത്രീകൾ തന്നെ ഒരുപാട് പേര് ഹണി റോസിനെ വിമർശിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ആൾക്കാരും സ്ത്രീകളാണ് എന്നുള്ളതാണ്. അതെ 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 എന്നെ വിളിച്ച് ഒരുപാട് സ്ത്രീകൾ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ എന്നോട് പറഞ്ഞു. രാഹുൽ ഈശ്വറിനോട് ഞാൻ സംസാരിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു സ്ത്രീകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗവും കാര്യങ്ങളെ കാര്യമായിട്ട് അവർ പഠിച്ച് അതിനെക്കുറിച്ച് അറിവുള്ളവരാണ് എല്ലാ കാര്യങ്ങളിലും. അത് മനസ്സിലാക്കിയിട്ടാണ് അവരിപ്പോ ബോച്ചയുടെ കൂടെ നിൽക്കുന്നതും അതിന് ബോച്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. അതൊരു വലിയൊരു വിജയമാണ് നമ്മുടെ. സാർ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തും ഇതുപോലെ വ്യാജ പരാതികൾ എന്ന് പറയേണ്ട രീതിയിൽ നമ്മൾ ആരെയും ആക്ഷേപിക്കുകയല്ല. ഈ മുകേഷിനെതിരെയും നമ്മളുടെ നിവിൻ പോളി സിദ്ദിഖിനെതിരെയൊക്കെ വന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പൊളിഞ്ഞു വീഴുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു അതിൽ നിൽക്കുമ്പോ അവരെയൊക്കെ പക്ഷെ സംരക്ഷിക്കാൻ കൂടി ചെയ്തു സർക്കാർ. ഇതുപോലൊരു ഈ നമ്മുടെ ബോച്ചനെ പോയിട്ട് വയനാട്ടിൽ നിന്ന് പിടിച്ചതുപോലെ ഒരു പ്രഹസനം അവിടെ ഉണ്ടായില്ല. ഇത് ഇവിടെ എന്ന് പറഞ്ഞാല് ഇത് ഒരു അജണ്ട. ഇവര് കുറച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയതാണ് കുറച്ച് ടീമായിട്ട് ചേർന്ന്. കാര്യം എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉടനെ ഹണി റോസിനെ വിളിക്കുന്നു, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു, DGP സംസാരിക്കുന്നു, സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നു, വയനാടേക്ക് ഒറ്റ രാത്രി അങ്ങ് വെച്ച് പിടിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ ഇടപെടാം. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ഇവിടെ സ്കൂളുകളിൽ മയക്കുമരുന്നും MDMA പോലത്തെ മാരക മയക്കുമരുന്നും ഉണ്ടായിരുന്നിട്ട് ഇവർക്ക് ആർക്കും ഒരു കോൾ അങ്ങോട്ട് ചെയ്യുവാനോ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുവാനോ അപ്പൊ അതിലുള്ള ആരൊക്കെയാണ് അതിന്റെ കണ്ണികൾ എന്നുള്ളത് കണ്ടെത്തണ്ടേ.
നമ്മുടെ പുതുതലമുറയല്ലേ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും മറ്റുള്ള സംവിധാനങ്ങളും ഇറങ്ങി പുറപ്പെടാതെ ബോച്ചയെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുവാൻ പോലും അതിനുള്ള സാവകാശം കൊടുക്കാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ അതിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലായിക്കോട്ടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഇപ്പൊ ബോച്ച ഒരു ഇരയായിട്ട് അദ്ദേഹത്തെ ഇട്ടുകൊടുത്തു. അതെ, ഉറപ്പായിട്ടും സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഹണി റോസിന്റേതാണോ എന്ന് ബാക്കിയുള്ളവർക്ക് സംശയം തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ അതെ അതെ, കോമഡിയാണ്. നമ്മള് ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാര്യം ഈ ഏറ്റവും വലിയ അത് തന്നെയാണ് കാര്യം. ഏറ്റവും വലിയ സംഭവം കേരളത്തിൽ ഇപ്പോ നമ്മുടെ ഹണി റോസിന്റെ കേസായിട്ട് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വിവാദമാക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോ ഒരു പീഡന പരാതി വന്നാൽ ഉടനെ തന്നെ ഇരയുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് പ്രതിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടും നമ്മൾ അപ്പൊ തന്നെ ന്യൂസുകളും വാർത്താ ചാനലുകളും നമ്മൾ ഉൾപ്പെടെ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രതി ആരോപിക്കപ്പെടുന്ന ആളുടെ. അതെ, പക്ഷെ അതും കൂടി അവർക്കും ഒരു സംരക്ഷണം വേണ്ടതല്ലേ? ബിക്കോസ് അവർ പ്രതിയാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് വരെയെങ്കിലും അവരുടെയും ഈ ഇരകളുടെ മറച്ചു വെക്കുന്നത് പോലെ പേരും ഡീറ്റെയിൽസും മറച്ചു വെക്കേണ്ടതല്ലേ? അത് കുറെ അന്വേഷണം കഴിഞ്ഞ് അവര് കുറ്റവാളികളല്ല എന്ന് അവര് നിരപരാധികളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ആ സമയം കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറില്ലല്ലോ. അവരുടെ വീട്ടിലുമുണ്ട് മക്കള്. അതെ അതെ, തീർച്ചയായിട്ടും പെൺമക്കൾ വരെ കുഞ്ഞുമക്കൾ വരെ ഉള്ളതല്ലേ. അപ്പൊ അവർക്ക് അഭിമാനമില്ലേ? ആത്മാഭിമാനം എല്ലാവർക്കും ഉള്ളതല്ലേ? പ്രതിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ആ സമയം വരെയെങ്കിലും അവർക്കും ഇതേ ആനുകൂല്യം കിട്ടണം എന്നുള്ള ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോ ഉടനെ തന്നെ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരുപാട് പുരുഷന്മാര് ഈ ഇങ്ങനെ എന്താ പറയാ പോക്സോ സ്വന്തം മക്കളെ വരെ ഇന്നിപ്പോ കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ തന്നെ ഇപ്പൊ പോക്സോ കേസിൽ പെടുത്തുകയാണ്. അറിഞ്ഞോ? അത് 4 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ചു, സ്വന്തം മകളെന്തോ ആണത്. അപ്പൊ ഈ ഒന്ന് ആലോചിക്കണം, ഇതൊക്കെ മൃഗീയമായിട്ടുള്ള കാര്യങ്ങളാണ്. 4 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഒരിക്കലും ഭാര്യയ്ക്ക് ഒരു എന്താ പറയാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഫാമിലി ഇഷ്യൂവിന് കുട്ടികളെ ഇരയാക്കി പോക്സോ കേസിൽ പെടുത്തുകയാണ്. അപ്പൊ വിചാരണ കൂടാതെ എങ്ങനെയാണ് അപ്പൊ ഇദ്ദേഹത്തെ വിട്ടത്? വിചാരണ പോലും ഇല്ലായിരുന്നല്ലോ. അവിടെയല്ലേ വിഷയം വരുന്നത്. വിചാരണയെ കഴിഞ്ഞു 4, 5 അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടാണ് വിട്ടിരുന്നുവെങ്കിൽ നമുക്കതിനെ പറയാമായിരുന്നു. പക്ഷെ വിചാരണ പോലും ഇല്ലാതെ എങ്ങനെയാണ് വിട്ടത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പലരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം, വിചാരണ ഇല്ലാതല്ലേ ഒരാളിനെ വെറുതെ വിട്ടത്? അവിടെയാണ് ഒരു സംശയം. മനസ്സിലായില്ലേ? അല്ല, ശരിക്കുള്ള കുറ്റവാളികളും ഉണ്ട്. അതെ, ശരിക്കുള്ള കുറ്റവാളികളുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അതെ, അവർക്ക് പിറകെ പോകാതെ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ചയ്ക്കെതിരെ പോകുന്നത് ഭയങ്കര ചീപ്പാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.